മനുഷ്യർ എന്തും വിളിച്ചോട്ടെ, പെറ്റ അമ്മ പോലും മറന്നു പോയാലും ഞാൻ നിന്നെ മറക്കത്തില്ല, എൻ്റെ ഉള്ളം കരത്തിൽ വരച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ പിതാവാം ദൈവത്തിന്റെ സാന്നിധ്യം കൂടെയില്ലേ? ഒട്ടും ഭാരപ്പെടേണ്ട കേട്ടോ, വിഷമിക്കണ്ട. ദൈവ സാന്നിധ്യം നിങ്ങളെ മാനിക്കും. കർത്താവ് നിങ്ങളെ ഉയർത്തും. 1 ദിനവൃത്താന്തം 4 അധ്യായത്തിൽ എബ്ബേസിനെ കുറിച്ച് നമുക്ക് വായിക്കുവാൻ സാധിക്കും. തന്നെ പെറ്റ അമ്മ തനിക്ക് പേരിട്ടത് വ്യസനപുത്രൻ എന്നായിരുന്നു. വ്യസനത്തോടെ ഞാൻ ഇവനെ പ്രസവിച്ചു എന്ന് പറഞ്ഞ്. എന്നാൽ എബ്ബേസിന് ദൈവവുമായി ഒരു ബന്ധമുണ്ടായിരുന്നു. താൻ പ്രാർത്ഥിച്ചു തന്റെ അതിരിനെ വിസ്താരമാക്കുവാനും തന്റെ മേൽ അനർത്ഥം വ്യസനമായി തീരരുതെന്നും ദൈവസന്നിധിയിൽ ഹൃദയം പകർന്നു. അപ്രകാരം പ്രാർത്ഥിച്ച, ഹൃദയം പങ്കുവെച്ച എബ്ബേസിന്റെ അതിരിനെ ദൈവം വിസ്താരമാക്കി. പ്രിയപ്പെട്ടവരെ, മനുഷ്യർ നിങ്ങളുടെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കുമൊക്കെ പരിധിയിട്ടേക്കാം. നിങ്ങൾ ഒരു വ്യസനപുത്രിയ, വ്യസനപുത്രന എന്ന് കുടുംബത്തിലെ അംഗങ്ങൾ പോലും നിങ്ങളെ വിളിച്ചേക്കാം. ഇതൊന്നും കേട്ട് നിരാശപ്പെടരുത്, ഭാരപ്പെടരുത്. ദൈവത്തിന്, നിങ്ങളുടെ ഉടമസ്ഥന് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി ഉണ്ട്. അവിടുന്ന് നിങ്ങളെ ഉയർത്തുക തന്നെ ചെയ്യും.